പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ എൻ്റെ ആശ്രയമേ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ട് പരിശ്രമിക്കുക. ഇന്ന് നമ്മൾ ദിവ്യകാരുണ്യനാഥനോടൊത്ത് പ്രാർത്ഥിക്കുന്നത്, ദിവ്യകാരുണ്യനാഥൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരെയാണ്. കുരിശെടുത്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരെയാണ്. വചനം പറയുമല്ലോ, പ്രഭാഷകൻ 2:5, എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. നീ ഇപ്പോൾ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സഹനത്തിലൂടെയോ കുരിശിലൂടെയോ നൊമ്പരത്തിലൂടെയോ വേദനയിലൂടെയോ കടന്നു പോവുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു ദൈവികമായ സത്യമാണ്. നീ വിലപ്പെട്ടവനാണ്, നീ വിലപ്പെട്ടവളാണ്, കർത്താവിന് സ്വീകാര്യയാണ്. അതുകൊണ്ടാണ് കർത്താവ് നിനക്ക് ഈ വേദന അനുവദിച്ച് തന്നത്. പക്ഷേ ഇതൊരിക്കലും നിന്നെ തകർക്കാനല്ല, തളർത്താനല്ല. കർത്താവിൻ്റെ വലിയൊരു പദ്ധതി ഇതിൻ്റെ പിന്നിൽ ഉയരുന്നുണ്ട്, നിനക്കായി കാത്തിരിക്കുന്നുണ്ട്. നിൻ്റെ നാശത്തിനല്ല, ഇത് നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. വലിയൊരു അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ ഈ സഹനത്തിലൂടെ അല്ലെങ്കിൽ സഹനം കഴിയുമ്പോൾ കാത്തിരിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള സഹനമാവട്ടെ, മാനസികമായ വ്യഥകളായിരിക്കാം, ശാരീരികമായ ബുദ്ധിമുട്ടുകളായിരിക്കാം, സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ സ്നേഹിക്കുന്നവരിൽ നിന്നോ ഉണ്ടാകുന്ന മുറിവുകളാകാം, എന്തുമാകട്ടെ, ഏത് സഹനമാണെങ്കിലും ദിവ്യകാരുണ്യനാഥൻ സഹനത്തിലൂടെ കുരിശനുഭവത്തിലൂടെ കടന്നുപോയ നമ്മുടെ ഈശോനാഥൻ പറയാണ്, നീ അനുഗ്രഹിക്കപ്പെടും. നീ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. ഈശോ കൂടെയുണ്ട്. ദിവ്യകാരുണ്യനാഥൻ നിന്നെ അനുഗ്രഹിക്കട്ടെ.